Movie is really good. Yeah, it's good. Vikram is always a good actor. He's done his best. കുഴപ്പമില്ല, ഒരു ഓക്കെയാണ്, ഒരു അവാർഡ് ഫിലിം പോലെ കിട്ടുമെന്ന് തോന്നുന്നു. നല്ല പടം കൊള്ളായിരുന്നു, അഭിനയം അടിപൊളിയാണ്. പടം ക്ലൈമാക്സ് വെച്ച് ചെറിയൊരു ലാഗായിപ്പോയി, ബാക്കിയെല്ലാം സെറ്റാണ്. അഭിനയമൊക്കെ അടിപൊളിയാണ്. കൊള്ളാം കേട്ടോ, വളരെ സൂപ്പറിനാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. വിക്രം വേറെ ലെവൽ. കൊള്ളാം ബ്രോ, വിക്രം അഭിനയം വേറെ ലെവലായിരുന്നു. കൊള്ളാം. ബാക്കി ക്ലൈമാക്സ് മാത്രം ചെറിയൊരു ലാഗായിപ്പോയി, ബാക്കിയെല്ലാം സെറ്റാണ്, ഓക്കെയാണ്. ആവറേജ്. കൊള്ളാം ബ്രോ, നല്ല കൊള്ളാം. നല്ല പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡിവിജ്വലി എല്ലാവരും അഭിനയിച്ച് നോക്കുവാണെങ്കിൽ വിക്രമൊക്കെ പൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്ത് എന്തെന്ന് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് തോന്നിയിട്ടില്ല. പിന്നെ മാളവികയൊക്കെ യൂഷ്വലി ചെയ്യുന്ന പോലെ ഭയങ്കര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ല, ക്ലാസ് പടമാണ്, മാസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ്റെ അകത്ത് വന്നതായി എനിക്ക് തോന്നിയത്. നന്നായിട്ട് അഭിനയിച്ചു, സൂപ്പർ ആക്ടിങ് ആയിരുന്നു. വിക്രം നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ പാർവതി സൂപ്പറായിരുന്നു. പിന്നെ മാളവിക കുഴപ്പമില്ല, പക്ഷേ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു കണ്ടുകൊണ്ടിരിക്കാം, നല്ല ഇതായിരുന്നു. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. മേക്കിംഗ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷത്തിന് ശേഷം ചെയ്യാൻ ഒരു പടം നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, പറയത്തക്കായിട്ടൊന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പാട്ടായിരുന്നാലും വിഷ്വലായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. വിക്രമിന്റെ അഭിനയം കൊള്ളാം, നല്ല ഡെഡിക്കേഷൻ, കൊള്ളാം. കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്, വേറെ ലെവലാണ്. പിന്നെ പാർവതിയൊക്കെ മലയാള നടിയൊക്കെ ഇതിനെ കിടന്ന് അഭിനയിക്കൂ, അടിപൊളിയാണ്. തമിഴ് നടിമാർ അഭിനയിക്കണേക്കാട്ടി അടിപൊളിയായിട്ട് പാർവതിയൊക്കെ ചെയ്തിരിക്കുകയാണ്. പാർവതിയെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളവികയാണ്. മാളവിക വേറെ ലെവൽ, മാളവിക അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി അഭിനയമായിരുന്നു. പിന്നെ പശുപതിനെ പിന്നെ അഭിനയം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം വേറെ ലെവലായിരുന്നു. നല്ല നൈസ് മൂവിയാണ്, ഉള്ള അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. വിക്രം ജീവിച്ച് കാണിക്കുന്നത്, ഇതേ കണക്കാണ് അഭിനയിച്ച് കാണിക്കുക. അടിപൊളി പടം. ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വിക്രം ഒരു രക്ഷയില്ല. മേക്കിംഗ് BGM ഒക്കെ പൊളി. നല്ല പടം, സൂപ്പർ സൂപ്പർ നല്ല സൂപ്പർ പടം. കൊള്ളാം, നല്ല രീതിയിൽ എടുത്തിരിക്കുന്നു. വിക്രമൊക്കെ പൊളി. കിടിലം പടമാണ്, ചെയ്യാൻ രക്ഷയില്ല. ഒരു എന്തെന്ന് പറയാ, ഒരു അവാർഡിന് സ്കോപ്പുള്ള പടമാണ്, സൂപ്പറാണ്, കിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല പടം, ഒരു ലാഗുമില്ല, ഒന്നുമില്ല, നല്ല പടം, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല പടമാണ്. ഞാൻ ഫാൻസാറിനോട് പറഞ്ഞത് നല്ല പടം തന്നെ, സൂപ്പർ പടം. ഇഷ്ടപ്പെടും, എല്ലാം ഇഷ്ടമാണ്. നല്ല അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയാ, എന്താ ലുക്കാ. അടിപൊളി പടമാണ്. വിക്രം പാരന്ത് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാം തന്നിട്ടുണ്ട്. സൂപ്പർ സാറ്റിസ്ഫൈഡ്. കൂടുതൽ പറയുന്നത് തീംസ് തന്നെയാണ്. ഇത് പാരന്തിന്റെ പടങ്ങൾ എന്ന് പറയുമ്പോൾ കാസ്റ്റ് എങ്ങനെയാണ് മെയിൻ സ്ട്രീമിലോട്ട് ആക്കുന്നതെന്നാണ്. അപ്പോൾ മെയിൻ സ്ട്രീം ഓഡിയൻസിന് പറ്റുന്ന ഒരു പലാറ്റബിളായ രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് അയാളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ് തന്നെയാണ് പാരന്തിന്റെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടം, നല്ല പടം, സൂപ്പർ പടം. കുറേ ദിവസം വിക്രം നല്ലൊരു മൂവിയായിരുന്നു, നല്ല അടിപൊളി മൂവി, നല്ല സിനിമ. വിക്രം തകർത്ത്, വിക്രമിനെ കാണാൻ ഉറക്കണിച്ച് വന്നത് കാക്ക അടിപൊളി മൂവിയാക്കാം, വേറെ ലെവല്, കൊള്ളാം. വിക്രമിന്റെ ലുക്ക് തന്നെ വേറെ ലെവൽ. ആര് നടത്തുണ്ടല്ലോ കേട്ടോ, സെറ്റ് നടത്ത്, അതിനുവേണ്ടി മാസാണത്, ഇല്ലെന്ന് പറയില്ല. ഓക്കെ, സൂപ്പറായിരുന്നു, തിയേറ്റർ വാച്ച് മൂവിയാണ്. നല്ല പടം അത്. വിക്രവും പാർവതിയിലൊക്കെ നല്ല പെർഫോമൻസ്, നല്ല പടം. ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും തിയേറ്ററിൽ കാണുക. വേറെ എല്ലാം ഫാൻറ്റസിയാണ്. സത്യം പറഞ്ഞാൽ പാരഞ്ചേത്ത് നല്ലോണം ചെയ്തിട്ടുണ്ട് ഈ പടം. എവിടെ നിന്നും ജസ്റ്റ് ഒന്ന് പാളിപ്പോയാൽ തന്നെ തീരേണ്ട ഒരു പടമാണ്, പക്ഷെ അടിപൊളിയാക്കിയിട്ടുണ്ട് പടം. എല്ലാവരും ഒന്ന് കാണുക.